ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രൊമോ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ വിശ്വം അച്ഛനോട് കുറച്ച് പൈസ ചോദിക്കുന്നുണ്ട്. കുറച്ചും കൂടി മെഷീൻസൊക്കെ വാങ്ങാനാണ്, അരിയൊക്കെ പൊടിക്കാനൊക്കെ എന്നൊക്കെ പറയുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു ഇനി എന്താ ചെയ്യുക പൈസയ്ക്ക് പറയുന്ന സമയത്ത് നമ്മുടെ കമലം പറയുന്നുണ്ട് മാഷ എൻ്റെ വള കൊടുക്കുക പണയം വയ്ക്കാമെന്ന് പറഞ്ഞു. പിന്നെ എന്താ നമ്മുടെ വീട്ടിൽ സാധനം ഉണ്ടായിട്ടാണോ നമ്മളിനി വേറെ എവിടെയെങ്കിലും പൈസ അന്വേഷിച്ച് പോകണം, അതെടുത്ത് കൊടുക്കാൻ പറയുന്നുണ്ട്. എന്തായാലും ഉള്ളിലേക്ക് പോണ സമയത്ത് നമ്മുടെ മാഷ് ചോദിക്കുന്നുണ്ട് എന്താ വിക്രം വേദേ വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നന്ദിനിയെടുത്ത് വിനായകനോട് പറയുന്നുണ്ട് കണ്ടോ അപ്പോൾ അവർക്ക് വേദയും വിക്രമില്ലാതെ പറ്റില്ല, നിങ്ങളെയൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവർ ഉള്ളിൽ കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ വിക്രം വേദയ്ക്ക് ഒരു സാരിയൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. വേദ വിക്രത്തിനോട് ചോദിക്കേണ്ടത് ഇതിൽ എന്താ ചോദിക്കേണ്ടത്, ഇതിലൊരു സാരിയാണ്, പിന്നെ അനക്ക് കോടതിയിൽ പോകാൻ ഉടുക്കാനും പറ്റുമല്ലോ, പിന്നെ ഒരു കോട്ടിൻ്റെ തുണിയുണ്ട് അനക്ക് തുന്നാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പകരം വീട്ടിൽ ഇതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പകരം വീട്ടിൽ തരാം, ഇത് ഞാൻ എൻ്റെ മനസ്സിൽ കുറേ ദിവസമായി വിചാരിക്കുകയാണ് നിനക്കൊന്ന് വാങ്ങി തരണം, പിന്നെ എന്തേ വാങ്ങി തരാത്തേ ചോദിച്ചു. ആ സമയത്ത് വിക്രം പറയുന്നുണ്ട് നിനക്ക് ഞാൻ വാങ്ങി തന്നാൽ ഇഷ്ടപ്പെട്ടില്ലയോ വിചാരിച്ചിട്ടാണ്, അതാണ് വാങ്ങി തരാത്തത്. പക്ഷേ അപ്പോൾ വേദ പറഞ്ഞേ എനിക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ അധ്വാനിച്ച പൈസ കൊണ്ടാണ് എനിക്ക് എല്ലാം ഇഷ്ടപ്പെടും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അവരുണ്ടാണ് തർക്കിക്കേണ്ട. ആ സമയത്ത് നമ്മുടെ വിക്രം പറഞ്ഞു ഞാനിപ്പോൾ 5 മാസമായി ശ്രീനിവാസൻ സാറിൻ്റെ അടുത്ത് പൈസ വാങ്ങിയിട്ട് അറിയാം, അത് എൻ്റെ പൈസ കൊണ്ട് വാങ്ങിയതാന്നൊക്കെ പറഞ്ഞിട്ട് വേദി വിക്രം അടി കൂടുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു പെൺകുട്ടി വരുന്നുണ്ട് സ്വാമിയെന്ന് വിളിച്ചിട്ട്. അപ്പോൾ ഈ സ്വാമി ഒരിക്കലും നുണ പറയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ വർത്തമാനം കേട്ടിട്ട് നമ്മുടെ വേദിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ കമല ഉള്ളിൽ പോയിട്ട് വള തപ്പുണ്ട്, വള ഒന്നും കാണാനില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട് എവിടെ പോയി വള എന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാഷിൻ്റെ അടുത്ത് പോയി പറഞ്ഞു മാഷേ ഞാൻ അവിടെ വെച്ചു കൊടുത്ത് വള കാണാനില്ല. അപ്പോൾ മാഷ് കമലോട് പറയുന്നുണ്ട് കാണാനില്ലേ, നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലത്തെ വള എങ്ങനെ എവിടെയും പോയില്ല, നമ്മൾ പുറത്തുനിന്ന് ആരും വന്ന് അത് എടുക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നന്ദിനി എടുത്തി പറയുന്നുണ്ട് അപ്പോൾ പുറത്തുനിന്ന് ആൾ എടുക്കില്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലത്തെ ആൾ എടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഞെട്ടേണ്ടത് കാണിച്ചു കൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.